നമസ്തേ ബച്ചോ. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ജൂലിയ ഓർ ലൂണ എന്ന കഹാനി പഠിച്ചുവല്ലോ. അപ്പോൾ ആ പാഠഭാഗത്തിൽ വരുന്ന മീനിങ്ങുകൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കാം. एक रोज़, ഒരു ദിവസം, ഹട്ടെ കട്ടെ ശക്തരായ, കാട്ടിന മുറിക്കുക, പഹൂഞ്ചെ എത്തി, ചട്ട് പെട്ടെന്ന്, ചടുകൈ ചാടിക്കയറി, സമച്ചായ മനസ്സിലാക്കി, ധംകായ ഭീഷണിപ്പെടുത്തി, ഡരായ പേടിപ്പിച്ചു, നഹി ഉത്തരൂങ്കി ഇറങ്ങില്ല, ചില്ലായി നിലവിളി, ശാഖ മരക്കൊമ്പ്, ചില്ല. സോച്ച ആലോചിക്കുക, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, ഹഫ്തെ ആഴ്ച, മഹീനെ മാസം, ബീത്തുകയെ കഴിഞ്ഞുപോയി, ലോകവും ജനങ്ങൾ, പതാച്ചല അറിഞ്ഞു. ഖാന ഭക്ഷണം, ഗദ്ദ മെത്ത, കമ്പൾ എന്ന് പറഞ്ഞാൽ കമ്പിളി, ചഹായ എന്ന് പറഞ്ഞാൽ മധുരമാർന്ന ശബ്ദത്തിൽ പറയുക, അല്ലെങ്കിൽ മധുരമായ ശബ്ദത്തിൽ സംസാരിച്ചു അല്ലെങ്കിൽ പറയുക എന്നൊക്കെയാണ് മീനിങ്. ശുക്രിയ എന്ന് പറഞ്ഞാൽ നന്ദി, ബാരിഷ് മഴ, സർദി തണുപ്പ്, ആന്തി തൂഫാൻ എന്ന് പറഞ്ഞാൽ ഡസ്റ്റ് സ്റ്റോമാണ്, പൊടിക്കാറ്റ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. പൂച്ച്തി എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അജീബോ ഗരീബ് എന്ന് പറഞ്ഞാൽ വിചിത്രമായ. തർക്കീബേം എന്ന് പറഞ്ഞാൽ ഉപായങ്ങൾ, ഉപായം എന്നൊക്കെ പറയും. തേസ് എന്ന് പറഞ്ഞാൽ ശക്തമായ. ഷോർ എന്ന് പറഞ്ഞാൽ ശബ്ദം. ബുലന്ത് ഉച്ചത്തിൽ വിളിച്ചു പറയുക, ഉച്ചത്തിൽ ഉറക്കെ എന്നൊക്കെയാണ്. ആവാസ് എന്ന് പറഞ്ഞാൽ ശബ്ദം. അനോക്കി എന്ന് പറഞ്ഞാൽ വിചിത്രമായ. കിസ്സ എന്ന് പറഞ്ഞാൽ കഥ. ദുനിയ ലോകം. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ. ഇർദ് ഗിർദ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും, നാലുപുറം എന്നൊക്കെ പറയില്ലേ. ചാരോ. ഹസാരോ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്. ദോസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സൗഹൃദം. ഇന്തസാർ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, കാത്തിരിപ്പ്. ചുപ്ചാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിണ്ടാതെ ഇരിക്കുക, മൗനമായിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. വാദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം, പ്രോമിസ് ചെയ്യുക. പക്കേ എന്ന് പറഞ്ഞാൽ ശക്തമായ അല്ലെങ്കിൽ യഥാർത്ഥമായ. പക്കേ ദോസ്തി എന്നൊക്കെ ലാസ്റ്റ് പറയുന്നില്ലേ. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും മീനിങ്സൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ധന്യവാദ്.